വാണിയംകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 6 മുതൽ 12 വരെ വാണിയംകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദേവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, ബാബു ചെറിയാൻ എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. വടക്കാഞ്ചേരിയിൽ ആവേശകരമായ പ്രകടനത്തോടെ UDF സ്ഥാനാർത്ഥി PN വൈശാഖ് പത്രിക സമർപ്പിച്ചു. AICC നേതാക്കളും മുതിർന്ന സംസ്ഥാന നേതാക്കളും പത്രിക സമർപ്പണത്തിനെത്തി. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PN വൈശാഖ് വൻ ജനപിന്തുണയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ KSN സ്മാരക മന്ദിരത്തിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് അദ്ദേഹം താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ തലപ്പിള്ളി തഹസിൽദാർ മുൻപാകെ പത്രിക സമർപ്പിച്ചു. AICC സെക്രട്ടറി സഞ്ജയ് ദത്ത്, മുൻ MLA-മാരായ MP വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പത്രികാ സമർപ്പണത്തിന് സാക്ഷ്യം വഹിച്ചു. രാജേന്ദ്രൻ അരങ്ങത്ത്, K അജിത് കുമാർ, ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കളും ഘടകകക്ഷി പ്രതിനിധികളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും ജനകീയ വിഷയങ്ങൾ ഉയർത്തിയും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം നേതാക്കൾ വ്യക്തമാക്കി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ബൂത്ത് വാർഡ് തല നേതാക്കളും പ്രകടനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി നിയമസഭാ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് പൂർത്തീകരിച്ചു. വടക്കാഞ്ചേരിയിലെ വികസനത്തിനു വേണ്ടി, വടക്കാഞ്ചേരിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വടക്കാഞ്ചേരി UDF തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2026 ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്നത് എന്ന് അമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ 3-4 ദിവസമായിട്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഒരു പ്രതികരണ വോട്ടർമാരുടെ? വളരെ പോസിറ്റീവായിട്ടാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും കൃത്യമായി നമുക്ക് ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, ആളുകൾക്ക് കൈ കൊടുക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോ ഷെയ്ക്ക് ഹാൻഡിലും ഓരോ സ്പർശനത്തിലും ആളുകൾ എന്താണ് ഈ UDF-നെ അംഗീകരിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ സർക്കാർ മാറണം എന്നുള്ള ഒരു മനസ്സിലാണ് ആളുകളൊക്കെ നിൽക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് ആളുകളുമായിട്ട് പെരുമാറും. ന്യൂസ് ഡെസ്ക് CCV.